പ്രൈസ് ദി ലോർഡ്. മഹാദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ യോഗത്തിന് അധ്യക്ഷം വഹിച്ച് നമ്മോടൊപ്പമായിരിക്കുന്ന ഏറ്റവും ബഹുമാനമുള്ള ലൂയിസ് അച്ഛൻ, ഈ സഭയുടെ സെക്രട്ടറി എൻ്റെ പ്രിയ സുഹൃത്ത് ജയൻ, സഭയുടെ കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്ന അക്കൗണ്ടൻറ്റ് ശ്രീമതി ബിജില, സഭാ കമ്മിറ്റി അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികൾ, നല്ല കൊയർ, ശബ്ദവും വെളിച്ചവും നിയന്ത്രിക്കുന്ന ബിജിൻ, സതീഷ്, എൻ്റെ സഭയിൽ നിന്നും എന്നോടൊപ്പം വന്നിരിക്കുന്ന പ്രിയപ്പെട്ട അജിത്ത്, രഞ്ജിത്ത്, സതീഷ്, പ്രിയ സഭയിലെ കമ്മിറ്റി അംഗങ്ങൾ, സംഘടനാ ഭാരവാഹികളെ, ഈ സഭയിലായിരിക്കുന്ന മാതാപിതാക്കളെ, കൊച്ചുകുഞ്ഞുങ്ങളെ, സഹോദരി സഹോദരങ്ങളെ, എല്ലാവർക്കും വീണ്ടും വരുന്നവനും ലോകരക്ഷിതാവും എൻ്റെ ജീവൻ്റെ പരിപാലകനുമായ പൊന്നുതമ്പുരാൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. 32ാമത് സഭാദിനം ആഘോഷിക്കുന്ന നിങ്ങൾക്കേവർക്കും എൻ്റെയും എൻ്റെ സഭയുടെയും പേരിലുള്ള സഭാദിന ആശംസകൾ ആദ്യമേ അറിയിക്കട്ടെ. മഹായുടെ വകയിലെ തന്നെ വളരെ പ്രഗത്ഭനായ ഒരു പട്ടക്കാരനെ നിങ്ങൾക്ക് ശുശ്രൂഷകനായി ലഭിച്ചിരിക്കുന്നു. അത് നിങ്ങളുടെ ഒരു ഭാഗ്യം. ദിശാബോധമുള്ള ഒരു നല്ല സഭാ കമ്മിറ്റിയും നിങ്ങൾക്കുണ്ട്. 32 വർഷങ്ങൾ ഈ സഭ വളരെ നന്നായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു നല്ല സഭ ഇവിടെ രൂപം കൊണ്ടത്. എൻ്റെ സഭ 65 വർഷങ്ങളായി. ഇപ്പോഴാണ് ഒരു നല്ല കെട്ടിടവും അതിനുവേണ്ട സംവിധാനങ്ങളൊക്കെ ആയത്. പക്ഷെ നിങ്ങൾ അതിനു മുമ്പേ, വളരെ മുമ്പേ അതൊക്കെ ആക്കിയിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ. ഈ സഭ എനിക്ക് അന്യമല്ല. ഞാനിപ്പോൾ ഇവിടെ കടന്നു വന്നപ്പോൾ ആദ്യം എന്നെ ചുംബിച്ച് ഇവിടെ സ്വീകരിച്ചത് എൻ്റെ പഴയൊരു ചേച്ചിയാണ്. ഇവിടെ ഒരുപാട് പേര്, ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ഒരുപാട് പേര് എനിക്ക് പരിചിത മുഖങ്ങളാണ്. പ്രത്യേകിച്ച് നമ്മുടെ മീശ സെൽവാസണ്ണൻ എൻ്റെ പപ്പയുടെ അടുത്ത കൂട്ടുകാരനാണ്. എൻ്റെ പപ്പ മരിച്ചിട്ട് ഏതാണ്ട് 27 വർഷമായി. അതിനു മുമ്പേ അദ്ദേഹം നമ്മുടെ കുടുംബമായും ഞാനുമായും ഒക്കെ നല്ല സ്നേഹബന്ധത്തിലുള്ള ഒരാളാണ്. പിന്നെ ഒരുപാട് പേരെടുത്ത് പറയാൻ നിരവധി പേര് ഇവിടെ ഇരിപ്പുണ്ട്. പ്രിയപ്പെട്ട ജയൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. 2 തരത്തിലാണ്. ഒന്ന്, സഭാ തലത്തിൽ പല പ്രവർത്തനങ്ങളിലും ഞങ്ങൾക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ദൈവം നൽകി. മറ്റൊന്ന്, പ്രിയപ്പെട്ട ജയൻ്റെ ഭാര്യ കല, ശ്രീമതി കല, അവരും ഞാനും ഒരേ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകളാണ്. ഞാൻ തിരുവനന്തപുരം പബ്ലിക് ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ നിന്ന് സ്ഥലം മാറ്റം കിട്ടി. നെയ്യാർ ഡാമിലേക്ക് ഞാൻ പോകുമ്പോൾ അവർ അവിടെ എത്തി. ഇപ്പോൾ IDRB ആണെന്ന് തോന്നുന്നു, അല്ലേ? IDRBയിലാണ്. ഞാൻ അവിടെ പണ്ട് ജോലി ചെയ്ത ഒരു സ്ഥലമാണ്. അങ്ങനെ അവരുമായിട്ടും നല്ലൊരു ബന്ധം ഉണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഈ സഭ എനിക്ക് അന്യമല്ല. 2ാമത്തെ തവണയാണ് ഞാനിവിടെ ദൈവവചനവുമായി നിൽക്കുന്നത്. ഒരു പ്രത്യേകത മാത്രം, അന്ന് 2 കാലിൽ നിവർന്നു നിന്നാണ് ദൈവവചനം പറഞ്ഞതെങ്കിൽ ഇന്ന് 6 കാലിൽ ഇരുന്നു കൊണ്ട് ദൈവവചനം പറയുന്നു. 4 വീൽ ചെയറും, വീൽ ചെയറിൻ്റെ കാലും 2 എൻ്റെ കാലും കൂട്ടി 6 കാല്. ദൈവം കാലാകാലങ്ങളിൽ ഓരോ മനുഷ്യരിലും
ക്രിയകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ എന്നെക്കുറിച്ച് ശ്രീ ജയൻ ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ, തമ്പുരാൻ എന്നെ അനുവദിച്ച കാര്യങ്ങൾ, കുറച്ചെന്തൊക്കെയോ ചെയ്യുവാനുള്ള അവസരം എനിക്ക് ലഭിച്ചു, അത്രമാത്രം. ഞാൻ അന്നിവിടെ യുവജന സംഘടനയ്ക്ക് ഒരു ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ വരികയുണ്ടായി. അന്നെൻ്റെ ശബ്ദം കേട്ട ചിലരെങ്കിലും ഇവിടെ ഉണ്ട് എന്ന് കരുതുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ, പിള്ളേർ എനിക്കുണ്ട്. ഞാൻ വെല്ലൂർ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരിക്കുമ്പോൾ ഇവിടെ നിന്ന് എന്നെ നോക്കി അവിടെ വന്നവരുണ്ട്. അപ്പോൾ അത്ര ഒരു ആത്മബന്ധം ഈ സഭയുമായി എനിക്കുണ്ട്, ശ്രീ ജയൻ്റെ നേതൃത്വത്തിൽ. ചുരുക്കത്തിൽ നിങ്ങളുടെ 32ാമത് സഭാദിന ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ തമ്പുരാൻ എനിക്കൊരു അവസരം നൽകിയതിനോർത്ത് ഞാൻ വളരെ സന്തോഷിക്കുന്നു. അതിന് എന്നെ ക്ഷണിച്ച നിങ്ങളോടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു. അല്പസമയത്തെ തിരുവചന ചിന്തയിലേക്ക് പ്രവേശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്ത വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാ സുവിശേഷം 15-ാം അധ്യായം, അതിൻ്റെ 17-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കോസ് 15:17. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. ലൂക്കോസ് സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാം. 3 നഷ്ടപ്പെടലുകളും തിരിച്ചുവരവുകളുമാണ് അതിലെഴുതിയിരിക്കുന്നത്. ഒരു ആട് നഷ്ടപ്പെട്ട ആൾ, ഒരു ബ്രഹ്മ നഷ്ടപ്പെട്ട ഒരു സഹോദരി, ഒരു മകൻ നഷ്ടപ്പെട്ട പിതാവ്. ഇതിലൊന്ന് ജീവനില്ലാത്ത സംഗതിയാണ്, അതായത് തുക. രണ്ടാമത്തേത് ജീവനുണ്ട് എന്നാൽ ബുദ്ധിയില്ല, ആട്. മൂന്നാമത്തേത് ജീവനും ബുദ്ധിയുമുണ്ട് എന്നാൽ സുബോധമില്ല. ഇതിൽ ആദ്യത്തെ 2 ഉടമസ്ഥൻ തേടി കണ്ടെത്തുന്നു. മൂന്നാമത്തേത് നഷ്ടപ്പെട്ട ആൾ സുബോധം വന്ന് തിരിച്ചു വരുന്നു. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ചിന്ത അപ്പോൾ അവന് സുബോധം വന്നു എന്നുള്ളതാണ്. എപ്പോൾ എന്നുള്ളത് ഒരു പ്രശ്നം. സുബോധം വരിക എന്ന് പറഞ്ഞാൽ ബോധം നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വരിക എന്നുള്ളതാണ്. ആലങ്കാരികമായി പറഞ്ഞാൽ ബോധമില്ലാത്ത അഥവാ സുബോധമില്ലാത്ത ഒരു സമൂഹത്തിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ഇത് പറയുമ്പോൾ സുബോധം എപ്പോഴാണ് തിരിച്ചു വരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. സമൂഹത്തിൽ ക്രിസ്ത്യാനികളായിരിക്കുന്ന നമുക്ക് ഒരിക്കൽ പോലും സുബോധം നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ ആരാണ് എന്ന ബോധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. ഇതെപ്പോൾ നഷ്ടപ്പെടുമോ അപ്പോൾ സുബോധം നഷ്ടപ്പെട്ട അവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. 1-2 ഉദാഹരണങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാവും. ഒരു ദിവസം ഞാൻ അപകടത്തിൽപ്പെട്ട് വീട്ടിൽ ആയതിനു ശേഷമാണ് ഒരു പിതാവ് വൈകുന്നേരം ഓടി എൻ്റെ വീട്ടിൽ വരികയാണ്. വന്നിട്ട് പറഞ്ഞു, അണ്ണാ, എൻ്റെ മകളെ കാണാനില്ല. ഒരു ചെറുപ്പക്കാരനോടൊപ്പം ഒളിച്ചോടിപ്പോയി എന്നാണ് അറിയുന്നത്. ഞാൻ അയാളോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, സ്റ്റേഷനിൽ പോയി ഒരു പരാതി എഴുതി കൊടുക്കുക. എൻ്റെ മകളെ കാണാനില്ല എന്ന് ഒരു പരാതി അവിടെ എഴുതി കൊടുക്കുക. എന്നിട്ട് പ്രാർത്ഥിച്ചിട്ട്
മിണ്ടാതെ വീട്ടിൽ കിടക്കുക എന്ന് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ പോലീസ് അവരെ തേടിപ്പിടിച്ച് കണ്ടെത്തി. എന്നിട്ട് ഇയാളെ വിളിച്ചു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഒരു കാര്യം കൂടി ചെയ്യണം. ഒരു കാരണവശാലും അവിടെ പോകുമ്പോൾ മകളെ നീ എന്താണ് എന്നോടിത് കാണിച്ചത് എന്ന് ചോദിക്കരുത്. ചോദിച്ചാൽ ജീവിതകാലം മുഴുവനും മറക്കാൻ പറ്റാത്ത മറുപടിയായിരിക്കും ആ കുഞ്ഞിൻ്റെ മുഖത്തു നിന്ന് നിങ്ങൾ കേൾക്കേണ്ടി വരുന്നത് എന്ന് ഞാൻ പറഞ്ഞു. കാരണം ആ കുട്ടിക്കപ്പോൾ ബോധമില്ല, സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. സുബോധം നഷ്ടപ്പെട്ട ആൾ എന്ത് പറയുമെന്ന് നമുക്കറിയാം. ഈ പിതാവ് അവിടെ പോയി ഒരു ചെറുപ്പക്കാരനോട് ആ കുട്ടി പോയി ജീവിക്കാൻ തീരുമാനിച്ചു. ഒരു 1.5 വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ലഭിച്ചു. വീണ്ടും ഈ പിതാവ് എൻ്റെ അടുത്ത് വന്നു. എൻ്റെ മരുമകനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ കാരണം ഒരു പൊതുസഭയിൽ എനിക്ക് പറയാൻ ആഗ്രഹമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തു, ജയിലിലാക്കി. ഇപ്പോൾ ആ പെൺകൊച്ച് ഒരു കുഞ്ഞുമായി ആ പിതാവിൻ്റെ വീട്ടിലാണ്. നോക്കൂ, 10-18 വയസ്സ് വരെ 19 വയസ്സ് വരെ വളരെ ആത്മാർത്ഥമായി താലോലിച്ച് വളർത്തുന്ന ഒരു പെൺകൊച്ച് പെട്ടെന്നൊരു ദിവസം വീട്ടിലെ മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ വളരെ നമുക്ക് പലയിടത്തും കാണാൻ കഴിയും. നിങ്ങളുടെ ഇടയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇടയിൽ അതൊരു വലിയ സംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സുബോധം നഷ്ടപ്പെട്ട ഒരു തലമുറ. ഇനി ഇത് കുഞ്ഞുങ്ങളെ മാത്രം പറഞ്ഞ പാടില്ലല്ലോ. സഭാ നേതൃത്വത്തിലും മറ്റുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇനി ഞാൻ ഒരു സംഭവം കൂടെ പറയാം. നിങ്ങൾക്ക് ഒരുപക്ഷെ ഞാൻ പറഞ്ഞു വരുമ്പോൾ അറിയാൻ സാധിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ അടുത്തുള്ള ഒരു വലിയ സഭയിൽ, ഒരു പേര് കേട്ട ഒരു സഭയിലെ സഭാ ശുശ്രൂഷകൻ അച്ഛനാണ്. യുവപട്ടക്കാരനാണ് അദ്ദേഹം. ഞാൻ നെയ്യാർ ഡാമിൽ ജോലി ചെയ്യുന്ന സമയം അതിരാവിലെ ഞാൻ പോകും. കാരണം എനിക്ക് അതിൻ്റെ ഹെഡ് വർക്കിൻ്റെ ചാർജാണ്. അവിടെ ചെറിയ കോൺക്രീറ്റുകളോ എന്തെങ്കിലും പണികളെ കാണും. അപ്പോൾ പണിക്കാർ നേരത്തെ വരുന്നത് കാരണം ഞാൻ നേരത്തെ അവിടെ പോകും. അപ്പോൾ ഞാൻ ഈ അതിരാവിലെ ഇങ്ങനെ പോകുന്ന സമയം ഇദ്ദേഹം പലയിടങ്ങളിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചു, ഇതിനകത്തൊരു തകരാറുണ്ട് എന്നെനിക്ക് തോന്നി. കുറച്ച് നാളുകൾക്കപ്പുറം ഇദ്ദേഹം ഒരു സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ ഒരു പെൺകുട്ടിയുമായി ആണ് ഈ ഫോൺ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അതിൻ്റെ ഓണർ, സ്ഥാപനത്തിൻ്റെ ഓണർ നമ്മുടെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരാളാണ്. നല്ല സാമ്പത്തികമൊക്കെ ഉള്ള ആളാണ്. ഒരു ദിവസം ആളൊഴിഞ്ഞ ഒരു സമയം നമ്മുടെ അച്ഛൻ ഈ സ്ഥാപനത്തിൽ പോയി. ഉടമസ്ഥനായ ആൾ ഇറങ്ങി വന്നു, അച്ഛനെ പിടിച്ച് പുറത്തേക്ക് തള്ളി. അച്ഛൻ റോഡിൽ വീണു. നാട്ടുകാരൊക്കെ കണ്ടു. പിറ്റേന്ന് വാൾ പോസ്റ്ററൊക്കെ അടിച്ച് അവിടെ പബ്ലിഷ് ചെയ്തു. അകാരണമായി അച്ഛനെ മർദ്ദിച്ച ഇന്നയാളെ അറസ്റ്റ് ചെയ്യുക എന്നാണ്. അതിൻ്റെ പിന്നിലെ വികാരം എന്തിനാണ് അച്ഛനെ അദ്ദേഹം അടിച്ചത് എന്ന ചോദ്യവും അത് അവിടെ ഫ്ലാഷ് ആവാനുമാണ്. ഇത് നമ്മുടെ സഭാ നേതൃത്വം അറിഞ്ഞു. അച്ഛനെ സസ്പെൻഡ് ചെയ്തു. മിക്കവാറും ലൂയിസ് അച്ഛനെ ഇപ്പം തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. അദ്ദേഹം ഇപ്പോൾ വടക്കെവിടെയോ ഒരു പള്ളിയിൽ ചാർജ് എന്തോ കൊടുത്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. നോക്കൂ, സുബോധം നഷ്ടപ്പെട്ട ഒരു തലമുറ. നമ്മുടെ ഈ ബൈബിളിലെ കഥാപാത്രം നമ്മുടെ മുടിയനായ പുത്രനെന്നും അനുതപിച്ച പുത്രനെന്നും മടങ്ങി വന്ന പുത്രൻ എന്നൊക്കെ വിളിക്കുന്ന ആ കഥാപാത്രം, എനിക്ക് അയാളെ മുടിയനായ പുത്രൻ എന്ന് വിളിക്കാൻ തന്നെയാണ് ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ സുബോധം ഉണ്ടായത് എപ്പോഴാണ് നമുക്കെല്ലാവർക്കും അറിയാം. അയാളൊരു നല്ല കുടുംബത്തിലെ അംഗമായിരുന്നു. നല്ല സ്നേഹമുള്ള ഒരു പിതാവ്, സ്നേഹിക്കുന്ന ഒരു മാതാവ് തീർച്ചയായും ഉണ്ടായിട്ടുണ്ടാവും.
ഒരു അധ്വാനശീലനായ സഹോദരൻ, ധാരാളം കൂലിവേലക്കാർ ആ വീട്ടിലെ, നല്ല ധനം, പെരുമയുള്ള ഒരു വീട്ടിലെ അംഗമാണ് അയാൾ വസ്തുവകകൾ കെട്ടിപ്പെറുക്കി അവിടെ നിന്ന് പോയപ്പോൾ തന്നെ നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടാവും അവന് ഭ്രാന്തായി, അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഏറെ താമസിയാതെ അയാളുടെ സമ്പത്തെല്ലാം നഷ്ടപ്പെടുകയാണ്. പിന്നെ അവിടെ സംഭവിച്ചെന്താണെന്ന് ഞാൻ പറയേണ്ടത് നിങ്ങൾക്കറിയാം. അവസാനം അയാൾ എത്തിപ്പെട്ടത് പന്നികളുടെ കൂട്ടിലാണ്. ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ്, അഥവാ പന്നിക്കൂട്ടിൽ ജീവിക്കുമ്പോഴാണ് അദ്ദേഹത്തിന് സുബോധം ഉണ്ടായത്. പലപ്പോഴും നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണ്. നമുക്ക് സുബോധം ഉണ്ടാകുന്നത് ഏതെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോഴാണ്. സത്യത്തിൽ എനിക്ക് സുബോധമുണ്ടായത് ഞാൻ ഈ അവസ്ഥയിൽ എത്തിയപ്പോഴാണ്. കഴിഞ്ഞ 50 വർഷക്കാലം സമൂഹത്തിൽ വലിയ ഏതോ ആള് എന്ന ചിന്തയിൽ നടന്നയാളാണ് ഞാൻ. അത്യാവശ്യം സാമ്പത്തികവും അത്യാവശ്യം പദവികളും ധനവും ആരോഗ്യവും ഒക്കെ പ്രതാപവും ഒക്കെയുള്ള ഒരു സമയം. ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഇഷ്ടം പോലെ ജീവിക്കാവുന്ന ചിന്തയിൽ ആയിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ദൈവം എന്നെ കറക്കി ഈ വീൽ ചെയറിൽ കൊണ്ടിരുത്തി. ഇപ്പോഴാണ് എനിക്ക് സുബോധമുണ്ടായത്. ഞാൻ പണ്ട് ചെയ്തതൊക്കെ തെറ്റായിപ്പോയി എന്ന് പലപ്പോഴും ചിന്തിക്കുന്ന ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ടായി. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ അവസ്ഥയിൽ, ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു അവസ്ഥയ്ക്ക് വേണ്ടി കാത്തു നിൽക്കാതെ, ഞാൻ പറയുമ്പോൾ എൻ്റെ ശാപവാക്കുകൾ എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇതുപോലുള്ള അവസ്ഥ എന്ന് പറയുമ്പോൾ വീൽ ചെയറിലിരിക്കുന്ന അവസ്ഥയല്ല ഞാൻ ഉദ്ദേശിച്ചത്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ടാവാം, രോഗങ്ങൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ. ഈ സമൂഹം ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും നേരിടുന്ന ഒരു സമയമാണിത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എത്താതെ തന്നെ സുബോധം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ചെറുപ്പക്കാരൻ ചെയ്തത്, സുബോധം അയാൾക്കുണ്ടായി. സുബോധം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചെയ്തത്, ഞാൻ അടുത്ത വാക്യം വായിക്കുമ്പോൾ അത് മനസ്സിലാവും. ഞാൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ ചെല്ലും. അവിടെ പോയി അപ്പനോട്, പിതാവേ, ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു എന്ന് പറയും. ഇനി ഞാൻ അങ്ങയുടെ മകൻ എന്ന വിളിക്ക് യോഗ്യനല്ല, അതുകൊണ്ട് എന്നെ ഒരു കൂലിക്കാരനെ പോലെ കാണണമേ എന്ന് പറഞ്ഞു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം എടുക്കുന്ന തീരുമാനം, ഞാൻ അപ്പൻ്റെ അടുക്കലേക്ക് പോകും, അവിടെ പോയി ഞാൻ തെറ്റ് ചെയ്തു എന്ന് പറയുക. അവിടെ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു ചിന്ത അനുതാപം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. സുബോധം ഉണ്ടാകുമ്പോൾ രണ്ടാമത് അവിടെ അനുതാപം ഉണ്ടാകും. ക്രിസ്തീയ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഗതിയാണ് അനുതാപം. 1-2 മാസം കൂടുമ്പോൾ ഒരു അച്ഛൻ്റെ മുമ്പ് ചെന്ന് കുമ്പസരിക്കുകയോ അഥവാ വേണ്ടപ്പെട്ട ഒരാളിനോട് കുറ്റമായിട്ട് പറയുകയോ ചെയ്യുന്നതല്ല അനുതാപം. മറിച്ച് ഓരോ ദിവസവും സന്ധ്യാപ്രാർത്ഥനകളിൽ, ദൈവമേ, ഞാൻ ഇന്ന് എൻ്റെ വാക്കിലൂടെ, ചിന്തയിലൂടെ, പ്രവർത്തനത്തിലൂടെ അങ്ങേക്ക് ഇഷ്ടമില്ലാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമേ എന്ന് ചിന്തിക്കുന്ന ആ ഒരു ചിന്തയാണ് അനുതാപം. ഇതിന് സ്പിരിച്വൽ ബ്രീത്തിങ് എന്നാണ് പറയുന്നത്. സ്പിരിച്വൽ ബ്രീത്തിങ്, അനുതാപം. സാധാരണ നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഓക്സിജൻ സ്വീകരിക്കുന്നു, മറ്റ് വാതകങ്ങൾ പുറത്തു കളയുന്നു. എന്നാൽ അനുതാപത്തിലൂടെ നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നു, അശുദ്ധാത്മാവിനെ പുറത്താക്കി കളയുന്നു. ദിനംപ്രതി ഓരോ ദിവസവും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. ഞാനൊരു സംഭവം പറയാം. ഞങ്ങളുടെ സഭയിലെ ഒരു അംഗമാണ് ഒരാൾ. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു സ്കൂൾ അധ്യാപകനുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ വഴക്കുണ്ടായി.
പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വെട്ടുകത്തി കൊണ്ട് അധ്യാപകനെ വെട്ടി. അദ്ദേഹം മരണപ്പെട്ടു പോയി. ഈ മനുഷ്യനെ പോലീസ് അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. ജീവപര്യന്തം ശിക്ഷ അവിടെ അനുഭവിച്ചു. ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ മനുഷ്യൻ ഇദ്ദേഹത്തിന് ഭയങ്കര കുറ്റബോധം മനസ്സിൽ തോന്നി തുടങ്ങി. ഞാനൊരു കൊലപാതകിയാണ്, ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞയാളാണെന്ന ചിന്ത ഇദ്ദേഹത്തെ നിരന്തരം വേട്ടയാടി. അദ്ദേഹം നേരെ, നിങ്ങൾക്കറിയാം, കരിപ്പൂർ ദാനം പ്രസംഗിക്കാൻ, കുറച്ച് ആർക്കെങ്കിലുമൊക്കെ അറിയായിരിക്കും, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അവിടെ ചെന്ന് പറഞ്ഞു, പ്രസംഗിക്കാരെ, ഞാൻ ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞു, എനിക്ക് ഇപ്പോൾ ജീവിതത്തിൽ എനിക്ക് ഒരു നിമിഷം പോലും മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ്. എൻ്റെ മനസ്സ് ഭയങ്കരമായി പ്രയാസപ്പെട്ടിരിക്കുന്നു, ഞാൻ മരണത്തിൻ്റെ വക്കിലാണ്, ഞാൻ ആത്മഹത്യ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. പ്രസംഗികർ അദ്ദേഹത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു കാരണവശാലും അത് വേണ്ട. ഏത് പാപിയെയും സ്വീകരിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നിങ്ങൾ ദൈവസന്നിധിയിൽ ഈ തെറ്റേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. ദൈവം നിശ്ചയമായും നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ക്ഷമിക്കുന്ന ദൈവമാണ് നമുക്കുള്ളത് എന്ന് പ്രസംഗികർ പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തോടൊപ്പം ഇയാൾ കൂടി. പ്രസംഗികർ പോകുന്നിടത്തൊക്കെ ഇദ്ദേഹത്തെയും കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ, അന്ന് ഇയാൾ വിവാഹിതനല്ല, വിവാഹം കഴിച്ചു. പിന്നെ നമ്മുടെ സഭയിലെ അംഗമായി. ECI സഭയിലെ ഒരു അച്ഛനായി സേവനം അനുഷ്ഠിക്കാൻ അവസരം ലഭിച്ചു. ഈ അടുത്തിടെ അദ്ദേഹം മരിച്ചുപോയി. ഒരുപാട് പ്രാവശ്യം ആ കുടുംബം വളരെ അനുഗ്രഹീതമായ ഒരു കുടുംബമായി മാറി. 2 മക്കൾ എയറോനോട്ടിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്നു. വളരെ നല്ല ഒരു കുടുംബം അവിടെ അവർക്ക് ലഭിച്ചു. പലതവണ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഈ കുറ്റം ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നിരപ്പ് പ്രാപിച്ചപ്പോഴാണ് എൻ്റെ മനസ്സിന് ആശ്വാസം വന്നതും എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിച്ചതും. നോക്കൂ, ക്രൂശിലെ കള്ളനെ നമുക്കറിയാം. കർത്താവ് തമ്പുരാൻ്റെ അടുക്കൽ ക്രൂശിച്ച ആ കള്ളൻ, അയാൾ പറഞ്ഞത്, മറ്റേ ദുഷിച്ച കള്ളനോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നാം സമശിഷ്ടാവധിയിലാണ്, ചെയ്തു പോയ തെറ്റുകൾക്കുള്ള ശിക്ഷയാണ് നാം അനുഭവിക്കുന്നത്. എന്നാലോ ഈ മനുഷ്യൻ അങ്ങനെയല്ല, ഒരു തെറ്റും ചെയ്യാത്ത മനുഷ്യനാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം ചെയ്തു, ഒരു റിക്വസ്റ്റ് നടത്തി. നമുക്കെല്ലാവർക്കും അറിയാം, യേശുവേ, അങ്ങ് രാജ്യത്വം പ്രാപിച്ച് വരുമ്പോൾ എന്നെയും കൂടെ ഓർത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ കുറ്റങ്ങളെല്ലാം അപ്പം തന്നെ ക്ഷമിച്ചതായിട്ടാണ് നമുക്ക് കാണുന്നത്. പ്രിയ ശിഷ്യൻ പത്രോസ്, തമ്പുരാനെ കുറ്റം പറഞ്ഞ് തള്ളിപ്പറഞ്ഞ് നിൽക്കുന്ന ഒരു പത്രോസിനെ നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ക്രൂശീകരണ വേളയിൽ മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുന്ന പത്രോസിനെയാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. വളരെ കുപ്രസിദ്ധമായ കരിക്കൻവില്ല കൊലക്കേസ് കേട്ടിട്ടുണ്ടാവും നിങ്ങളൊക്കെ. ഈ അടുത്തിടെ അതിൻ്റെ 30-ാമതോ 40-ാമതോ വർഷമൊക്കെ ആചരിച്ചതായിട്ട് അതിനെ ഓർമ്മിച്ചതായിട്ടൊക്കെ എഴുതിയിരുന്നു. ഞാൻ ഇടയ്ക്ക് വായിക്കാനിടയായി. ഒരു റിനി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം ഡ്രഗ് അഡിക്റ്റാണ്. മയക്കുമരുന്ന് വാങ്ങാൻ പൈസയില്ലാതെ വന്നപ്പോൾ സ്വന്തം അമ്മയുടെ അമ്മയെ വെട്ടിക്കൊന്നിട്ട് അവരുടെ കഴുത്തിൽ നിന്നും ആഭരണം പറിച്ചെടുത്ത് പോയ ആ സംഭവമാണ് കരിക്കൻവില്ല കൊലക്കേസ്. ജയിലിൽ ആയി മടങ്ങി വന്ന് ഇപ്പോൾ വലിയ സുവിശേഷകനായി അദ്ദേഹം ജീവിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞു. മാത്രമല്ല ഒരുപാട് പേരെ ഇങ്ങനെ ഓർമ്മയിൽ വരികയാണ്. കുറ്റം ഏറ്റുപറഞ്ഞ് നമ്മൾ ചെയ്ത കുറ്റങ്ങൾ ദൈവസന്നിധിയിൽ ഏറ്റുപറയുമ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന ആശ്വാസമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരൻ പിതാവിൻ്റെ അടുക്കലെത്തി. അവിടെ ചെന്ന്
ഞാൻ അങ്ങയോടും സ്വർഗത്തോടും പാപം ചെയ്തു എന്ന് പറഞ്ഞു. അവിടെ അനുതപിച്ച് ആ പിതാവിനോടൊപ്പം ചേർന്നപ്പോൾ പിന്നെ അവിടെ സംഭവിച്ച മൂന്നാമത്തെ സംഗതി എന്ന് പറയുന്നത് രൂപാന്തരം ആണ്. രൂപാന്തരം. ഈ ചെറുപ്പക്കാരനുണ്ടായ രൂപാന്തരം എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം പന്നിയുടെ കൂട്ടിനകത്ത് കിടന്ന് നാറിയ അവസ്ഥയിൽ നിന്നും പിതാവ് അദ്ദേഹത്തെ ചേർത്തണയ്ക്കുകയും അദ്ദേഹത്തിന് പുതിയ ഉടുപ്പിട്ട് കൊടുത്തു, മോതിരം കൊടുത്തു, കാലിൽ ചെരുപ്പ് കൊടുത്തു, മകനായി സ്വീകരിച്ചു. രൂപാന്തരം ഉണ്ടായി, സുബോധം ഉണ്ടായി, അനുതപിച്ചു, അപ്പോൾ രൂപാന്തരം ഉണ്ടായി. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പല വ്യക്തികളുടെയും ജീവിതത്തിൽ ഈ രൂപാന്തര അനുഭവം കാണാൻ കഴിയും. ഞാൻ ECIയിലെ അച്ഛൻ്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം ഈ ലോകത്തിലെ ഒരു കൊലപാതകിയായിരുന്നു. അദ്ദേഹം ഒരു അനുതാപം നടത്തി ദൈവസന്നിധിയിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് രൂപാന്തരം പ്രാപിച്ച് ഒരു പട്ടക്കാരനായി മാറുന്നതിനുള്ള അവസരം ഉണ്ടായി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ നേരിടാൻ ഇടയുണ്ട്, സാധ്യതയുണ്ട്. കുറ്റം ഏറ്റുപറഞ്ഞ് മറച്ചു വയ്ക്കാതെ ദൈവസന്നിധിയിൽ താഴ്മയോടെ വിനയത്തോടെ കുറ്റമേറ്റുപറഞ്ഞ് അനുതപിച്ചാൽ നമുക്ക് രൂപാന്തരം ഉണ്ടാകും. ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന സുബോധം നഷ്ടപ്പെട്ട് കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ, ഞാൻ ഈ ദിവസങ്ങളിൽ നെയ്യാർ ഡാമിലാണ് ജോലി ചെയ്യുന്നത്. എല്ലാ ദിവസവും ഓരോ ദിവസവും ഞാൻ അവിടെ കാണുന്ന അനുഭവങ്ങൾ നിങ്ങളോട് വിവരിക്കാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു സംഗതി പറയാം. ഒരു ദിവസം ഞാൻ ഡാമിൽ ഇരിക്കുമ്പോൾ, ഓഫീസിലിരിക്കുമ്പോൾ സെക്യൂരിറ്റി ക്യാബിൽ നിന്ന് ഒരു കോൾ വന്നു. ഒരു പ്രായപൂർത്തിയാകാത്ത കൊച്ചുകുഞ്ഞും ഒരു ചെറുപ്പക്കാരനുമായി ഡാമിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്നൊരു കോൾ വന്നു. അപ്പോൾ സ്കൂൾ വിദ്യാർത്ഥിനിയാണെങ്കിൽ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സെക്യൂരിറ്റി അതിലുള്ള ഒരാൾ ഇവരറിയാതെ ദൂരത്ത് നിന്നും പുറകെ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ നടന്ന് ആളില്ലാത്ത ഒരു സ്ഥലത്തെത്തി. അവിടെ പോയിട്ട് മോശം പ്രവൃത്തികൾ ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചു. സെക്യൂരിറ്റി പെട്ടെന്ന് ഇടപെട്ടു, എന്നോട് വിളിച്ചു പറഞ്ഞു. ഞാൻ അവരെ കൂട്ടി വരാൻ പറഞ്ഞു. അവിടെ പിടിച്ചു നിർത്തി. ഞാൻ അവിടെ എത്തി. ഞാനും എൻ്റെ ഓഫീസിലെ കുറച്ച് ചില സ്റ്റാഫുകളുമായി അവിടെ എത്തി. അവിടെ പോകുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടിയാണ്. ഇതൊരു 8-10 വർഷത്തിന് മുമ്പ് നടന്ന സംഭവമാണ്. അപ്പോൾ കയ്യിലൊരു ബാഗുണ്ട്. അപ്പോൾ എന്നോടൊപ്പം വന്ന നമ്മുടെ ഓഫീസിലെ ഒരു വനിതാ ജീവനക്കാരിയോട് ഞാൻ ആ ബാഗ് പരിശോധിക്കാൻ പറഞ്ഞു. ബാഗ് പരിശോധിച്ചപ്പോൾ അതിനകത്ത് യൂണിഫോം ഉണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ, എന്നെ ഞെട്ടിപ്പിച്ച സംഭവം, ആ യൂണിഫോം നമ്മുടെ അടുത്തുള്ള ഒരു സ്കൂളിലെ യൂണിഫോമാണ്. എൻ്റെ മകളും ആ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു. അപ്പോൾ ഇവിടെ അടുത്തുള്ളൊരു സ്ഥലം പറഞ്ഞു. നിങ്ങൾക്ക് ആ സ്ഥലം അറിയാം? ഞാൻ പറയുന്നില്ല. അവിടെയാണെന്ന് പറഞ്ഞു. അപ്പനെന്താണ് ജോലി എന്ന് ചോദിച്ചു. ഗൾഫിലാണെന്ന് പറഞ്ഞു. അമ്മയോ? അമ്മ ഒരു ജോലിയുണ്ട്, അത് ഞാൻ പറയുന്നില്ല. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും പെട്ടെന്ന്, അതുകൊണ്ട് പറയുന്നില്ല. എന്താണ് മകളെ നീ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന 14 വയസ്സുള്ള നീ ഇങ്ങനെ വരാൻ കാരണം എന്താണ് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഒരു കുശലമില്ലാതെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അടുത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരൻ ഒരു വലിയ ചെറുപ്പക്കാരൻ, നമ്മുടെ വിജിനെ പോലത്തെ നല്ല സൈസുള്ള ഒരു ചെറുപ്പക്കാരൻ. അപ്പം എനിക്കൊരു കൗതുകം തോന്നി. ഞാൻ അയാളോട് ചോദിച്ചു, നിൻ്റെ വീട് എവിടെ? അത് പറഞ്ഞു. എന്താണ് നിൻ്റെ ജോലി? ഞാൻ ഓട്ടോ ഡ്രൈവറാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഇവരെ വിട്ടു കഴിഞ്ഞാൽ, ഇവരെന്തെങ്കിലും കുഴപ്പം പിന്നെ കാണിച്ചാൽ അതിന് ഉത്തരവാദി നമ്മളാകും. അതുകൊണ്ട് ഞാൻ പോലീസിൽ പറഞ്ഞു. പോലീസ് വന്നു. ഈ ചെറുപ്പക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഞാൻ പെൺകുട്ടിയെ എൻ്റെ ഓഫീസിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് നമ്പർ എടുത്ത് വീട്ടിൽ വിളിച്ചു. അമ്മയും അടുത്ത ബന്ധുക്കൾ 1-2 ആൾക്കാരായിട്ട് വന്നു. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത്
ഈ കുഞ്ഞിനെ അവരോടൊപ്പം പറഞ്ഞയച്ചു. ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു. പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞു. നെയ്യാർഡാം പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്താണ്. ഞാൻ അവിടെ പോയി. അപ്പോൾ ഈ പയ്യൻ അവിടെ നിൽപ്പുണ്ട്. ഇവൻ 9 കേസിലെ ക്രിമിനൽ കേസിലെ പ്രതിയാണ്. 9 ക്രിമിനൽ കേസിലെ പ്രതിയായ ഒരു ചെറുപ്പക്കാരനോട് ഈ പെൺകുട്ടി വന്നിരിക്കുകയാണ് നെയ്യാർഡാമിൽ. നോക്കൂ, നമ്മളൊക്കെ രക്ഷകർത്താക്കളായി ഇരിക്കുമ്പോൾ പേടിക്കണം. പേടിയുണ്ട്. എനിക്ക് 2 പെൺമക്കളാണ്. പേടിയോടുകൂടെയാണ് ജീവിക്കുന്നത്. ഏത് നിമിഷവും സുബോധം നഷ്ടപ്പെട്ടു പോകാൻ ഇടയുള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ദിനംപ്രതി നാം കാണുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. നമ്മുടെ കുട്ടികളോട് ഇത് പറയുമ്പോൾ അവർക്കൊരു തമാശയാണ്. അതൊന്നും കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്നത്. നോക്കൂ, നമ്മളൊക്കെ കർത്താവ് തമ്പുരാൻ്റെ വചനങ്ങളും വാക്യങ്ങളുമായി സൺഡേ സ്കൂൾ മുതൽ ഇങ്ങനെ പഠിപ്പിച്ച് എടുത്തു വരുന്ന കുട്ടികൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ ഇറങ്ങിത്തിരിച്ചാൽ മാതാപിതാക്കൾക്കുണ്ടാകുന്ന ആ ഒരു ക്ലേശം. ചങ്ങനാശ്ശേരി അതിരൂപതയുടെ അധ്യക്ഷൻ തറയിൽ പിതാവ് അദ്ദേഹം ഒരു പ്രസംഗമധ്യേ പറയുന്നത് ഞാൻ കേട്ടു. മക്കളെ, നിങ്ങൾക്കൊരു ഷേപ്പും ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങളെ വളർത്തിയ മാതാപിതാക്കളെ മറന്നിട്ട് നിങ്ങളുടെ ഷേപ്പ് കണ്ട് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്ന വല്ലവൻ്റെയും കൂടെ പോയാൽ നിങ്ങളുടെ ജീവിതം ഷേപ്പില്ലാതായി പോകും എന്ന് പറയുന്ന ഒരു പ്രസംഗമധ്യേ അദ്ദേഹം പറയുന്നത് ഞാൻ കേട്ടു. വളരെ ആലോചിച്ച് പ്രവർത്തിക്കേണ്ട സമയമാണ്. പെൺകുട്ടികളെ മാത്രം ഞാൻ കുറ്റം പറയുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിൽ മദ്യവും മയക്കുമരുന്നും ഇങ്ങനെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തൊട്ടടുത്ത സ്കൂളിലൊക്കെ അതുണ്ട്. ഞങ്ങളുടെ നാട്ടിലുള്ള നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ പയ്യൻ ഇപ്പോൾ റോഡ് ഇങ്ങനെ നടക്കുകയാണ് അലഞ്ഞ്, മയക്കുമരുന്നിന് അടിമപ്പെട്ട്. ഈ സ്കൂളിൽ, നമ്മുടെ ഉണ്ടങ്കോട് സ്കൂളിൽ പഠിച്ച ഒരു പയ്യനാണ്. നോക്കൂ, നമ്മൾ വളരെ കർക്കശമായി വളരെ ശ്രദ്ധാപൂർവം ഇവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു കൊണ്ടേയിരിക്കണം. രക്ഷകർത്താക്കളോടാണ് ഞാൻ പറയുന്നത്, വളരെ ശ്രദ്ധിക്കണം. സുബോധം നഷ്ടപ്പെട്ട ഒരു തലമുറ നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നുകൊണ്ടിരിക്കുകയാണ്. ബോധമുള്ള മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം. മാതാപിതാക്കളും കുഴപ്പക്കാരാണ്. പല മാതാപിതാക്കളും കുഴപ്പക്കാരാണ്. അവിടെയും പ്രശ്നങ്ങളുണ്ട് ഒരുപാട്. അപ്പം ഞാൻ പറഞ്ഞത്, അനുതാപത്തോടെ സുബോധത്തോടെ ദൈവസന്നിധിയിൽ നാം എത്തിയാൽ നമ്മുടെ ജീവിതങ്ങളെ നിയന്ത്രിക്കുന്നവനായ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടാകും. നമ്മളിൽ രൂപാന്തരം ഉണ്ടാകും. ഒരു 5 വർഷത്തിന് മുമ്പാണ് ഞാൻ അപകടത്തിൽപ്പെടുന്നത്. അതിനു മുമ്പ് പലപ്പോഴും പല ദേവാലയങ്ങളിലും പ്രസംഗിക്കാനും ഒക്കെ പോയിട്ടുണ്ട്. പലയിടത്തും പോയിട്ടുണ്ട്. ഞാൻ അപകടത്തിൽപ്പെട്ട് കാട്ടാക്കടയ്ക്ക് അടുത്ത് കിള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ഓടിച്ചിരുന്ന ബൈക്ക് ഒരു ആട്ടോ ആയി തട്ടിയാണ് ഞാൻ വീഴുന്നത്. അവിടെ കൂടിയ ചെറുപ്പക്കാർ എന്നെ എടുത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അബോധാവസ്ഥയിലായിരുന്നു. അവിടെ MRI സ്കാൻ ചെയ്തപ്പോൾ മനസ്സിലായി എൻ്റെ സ്പൈനൽ കോഡ് ഗുരുതരമായി തകർന്നു പോയി എന്ന് മനസ്സിലായി. എൻ്റെ ശരീരം നിശ്ചലമായി. ഓർമ്മയില്ലാതെ ഞാൻ 1-2 ദിവസങ്ങൾ അവിടെ കിടന്നു. 48 മണിക്കൂറിനുള്ളിൽ ഒരു ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ, സ്പൈനൽ കോഡ് നേരെയാക്കിയില്ലെങ്കിൽ മരണം നിശ്ചയമാണ് എന്ന് ഡോക്ടർമാർ വിധി എഴുതി. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. പക്ഷേ ഓപ്പറേഷനൊക്കെ വിജയിച്ചു. വീണ്ടും എൻ്റെ ശരീരം അനങ്ങാതെ നിശ്ചലമായി. എൻ്റെ ഒരു വിരൽ പോലും അനങ്ങാത്ത അവസ്ഥയിലായി. പ്രിയപ്പെട്ട ജയനും കൂട്ടുകാരൊക്കെ, ഇവിടുത്തെ പിള്ളേരൊക്കെ വന്ന് എന്നെ കണ്ടതാണ്. ഓപ്പറേഷന് ശേഷം ശ്രീഗോകുല മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഓപ്പറേഷൻ ചെയ്ത സർജിക്കൽ സൈറ്റ്, ഓപ്പറേഷൻ ചെയ്ത സ്ഥലം ഇൻഫെക്ഷനായി. നോക്കൂ, സ്പൈനൽ കോഡിൽ ഇൻഫെക്ഷൻ ഉണ്ടായുള്ള അവസ്ഥ എന്താവും? 3 ദിവസം കഴിഞ്ഞപ്പോൾ
അവിടെ എത്തി 3 ദിവസം കഴിഞ്ഞപ്പോൾ മരണത്തിൻ്റെ വക്കിൽ ഞാനെത്തി. 104 ഡിഗ്രി പനി, ബോധമില്ലാത്ത അവസ്ഥ. ജീവിതത്തിൽ മരണത്തിനും എനിക്കും ഇടയ്ക്കുള്ള അകലം ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ ആരടിയാണ്. ഒരല്പം അകലം മാത്രമേ ഉള്ളൂ. തീർച്ചയായും ഞാൻ മരിച്ചു പോകും എന്ന് ഞാനും നാട്ടുകാരും ഒക്കെ കണ്ടവരൊക്കെ വിധി എഴുതി. എന്നാൽ അവിടുത്തെ ICUവിൽ എന്നെ പ്രവേശിപ്പിച്ചു. സ്നേഹമുള്ളവരെ, വളരെ എനിക്കവിടെ എടുത്തു പറയാനുള്ള സംഭവം, 50 വർഷങ്ങൾ ഞാൻ ഈ ലോകത്ത് ജീവിച്ചപ്പോഴും സഭയുടെ സെക്രട്ടറിയായി, ഡിസ്ട്രിക്ട് കൗൺസിൽ സെക്രട്ടറിയായി, മഹായിടവകയിലെ പല ബോർഡുകളിലും, പാസ്റ്റർ ബോർഡിലും എക്സിക്യൂട്ടീവിലും മാറി മാറി പല ഇടങ്ങളിലും പ്രവർത്തിച്ചുവെങ്കിലും പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നത് ശ്രീഗോകുലം മെഡിക്കൽ കോളേജിലെ ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ വെച്ചാണ്. എന്നോടൊപ്പം എനിക്ക് വേണ്ടി എന്നെ ശുശ്രൂഷിക്കാനായി ഒരു നേഴ്സ് പെൺകൊച്ച് അവിടെ എത്തി. അവളെന്നോട്, അങ്കിളെ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചു. അർത്ഥബോധാവസ്ഥയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ കുഞ്ഞെൻ്റെ നെഞ്ചിൽ കൈവച്ച് ഉറക്കെ പ്രാർത്ഥിച്ചു. ഒരുപാട് പേര് ICUവിനകത്തുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുകയായിരുന്നു. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്തോ വ്യത്യാസം എൻ്റെ ശരീരത്തിൽ അനുഭവപ്പെടുന്നതായി എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ആ കുഞ്ഞെന്നോട് ചോദിച്ചു, വീണ്ടും എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തോ ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്യുന്നെന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ കുഞ്ഞ് വീണ്ടും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്നേഹമുള്ളവരെ, തുടർച്ചയായി 4 ദിവസങ്ങൾ ഉറങ്ങാതിരുന്ന ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ റൂമിലായിരുന്നു. അന്ന് രാത്രി ഞാൻ തമ്പുരാനോട് പറഞ്ഞു, എൻ്റെ പൊന്നു തമ്പുരാനെ, ഈ 50 വർഷക്കാലം ഞാൻ അങ്ങയ്ക്ക് വേണ്ടി ജീവിച്ചു എന്ന് പറയുന്നതൊക്കെ വ്യർത്ഥമാണ്. എനിക്ക് തോന്നിയ പോലെ എൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച ഒരു വ്യക്തിയാണ്, എന്നോട് ക്ഷമിക്കണമേ. ഇനി ഞാൻ എഴുന്നേറ്റ് നടക്കും എന്നെനിക്ക് ഒരു ബോധ്യവുമില്ല. ഒരു പക്ഷേ അതിനുള്ള അവസരം അങ്ങ് എനിക്ക് തന്നാൽ ഞാൻ അങ്ങയുടെ സാക്ഷിയായി നിൽക്കും എന്ന് അന്ന് അവിടെ വെച്ച് പറഞ്ഞു. 2 ദിവസത്തിനുള്ളിൽ ധർമ്മരായ രസാലം തിരുമേനി എന്നെ കാണാൻ വന്നു. എൻ്റെ വലിയ ശത്രുവാണ് അദ്ദേഹം, എന്നാലും എന്നെ കാണാൻ അവിടെ എത്തി. അദ്ദേഹം എന്നെ വെല്ലൂരിലേക്ക് മാറ്റി. ഞാൻ പറഞ്ഞു, സാമ്പത്തികമായ വളരെ ബുദ്ധിമുട്ട് എനിക്ക് അപ്പോഴേ ഉണ്ട്. എൻ്റെ 3 മക്കൾ പഠിക്കുന്ന സമയമാണ്. മൂത്തയാൾ MBBSന് 3-ാം വർഷവും, രണ്ടാമത്തെ ആൾ LLBക്ക് 1-ാം വർഷവും, മൂന്നാമത്തെ ആൾ 10-ാം ക്ലാസ്സിലും പഠിക്കുന്നതാണ്. അപ്പോൾ അവരുടെയൊക്കെ വിദ്യാഭ്യാസ ചിലവുകളും പ്രശ്നങ്ങളൊക്കെ ഒരുപാടുണ്ട്. അതുകൊണ്ട് വെല്ലൂരിലെ ഒരു ചികിത്സ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം, പോയാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ 2 തവണ വെല്ലൂരിൽ ചികിത്സയ്ക്ക് പോയി. ആദ്യത്തെ തവണ ഞാൻ പോയപ്പോൾ 2 തവണയും 3 മാസങ്ങളായിരുന്നു അവിടുത്തെ ട്രീറ്റ്മെൻറ്റ്. അവിടെ എത്തി 2 മാസം കഴിഞ്ഞിട്ടും ഒരു വ്യത്യാസവും എനിക്കുണ്ടായില്ല. ഒരു ദിവസം എന്നെ ഡിസ്ചാർജ് ചെയ്യാനുള്ള തീരുമാനങ്ങൾ ഡോക്ടർമാരെടുക്കുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ അന്ന് രാത്രി തമ്പുരാനോട് പറഞ്ഞു, ഒന്നുകിൽ എൻ്റെ ഡെഡ് ബോഡി തിരിച്ച് വീട്ടിലെത്തിക്കണം, അല്ലെങ്കിൽ എനിക്ക് വീൽ ചെയറിലിരിക്കാനുള്ള ഒരു ആരോഗ്യമെങ്കിലും തരണം. ശ്രീ ജയൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 116 കിലോ വെയിറ്റും അത്ര സൈസും ഒക്കെ ഉള്ള ആളായിരുന്നു ഞാൻ. നിങ്ങൾ ഈ ഫ്ലക്സിൽ അടിച്ചു വച്ചിരിക്കുന്ന ഫോട്ടോ 6 വർഷത്തിന് മുമ്പുള്ളതാണ്. ഒന്ന്, എന്നെ മറിച്ചിങ്ങനെ കിടത്തണമെങ്കിൽ 3 പേരുടെ സപ്പോർട്ട് വേണം. എന്നെ ട്രോളിയിലേക്ക് മാറ്റണമെങ്കിൽ 6 പേരുടെ സപ്പോർട്ട് വേണം. ഈ അവസ്ഥയിൽ ഞാൻ വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യാനാണ്? അതുകൊണ്ട് ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിച്ചു, എൻ്റെ ജീവൻ എടുക്കണം, തീർച്ചയായിട്ടും എടുക്കണം. അന്ന് രാത്രി എൻ്റെ തമ്പുരാൻ എൻ്റെ അടുക്കൽ വന്നു. പ്രിയമുള്ളവരെ, മാർദ്ദവമായ ആ ശബ്ദം ഞാൻ കേട്ടു, മകനെ, എൻ്റെ കൃപ നിനക്ക് മതി. എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പറയുന്ന ആ ഇമ്പമേറിയ ശബ്ദം ഞാൻ കേട്ടു. പിറ്റേ ദിവസം ട്രോളിയിൽ കിടന്ന എന്നെ പൊക്കി വീൽ ചെയറിലിരുത്തുന്ന ഒരവസരമുണ്ടായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ പ്രാർത്ഥനയുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുന്ന ദിവസങ്ങളായിരുന്നു അത്. ഞാൻ മടങ്ങി വന്നു. 1993 മുതൽ തെക്കൻ തിരുവിതാംകൂർ സ്വമേധ സംഘത്തിൻ്റെ അംഗമാണ് ഞാൻ. അതിലൊന്നും പോകാറില്ല, വെറുതെ
അതുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നടക്കുകയാണ് പതിവ്. ഞാൻ വന്നിട്ട് അതിൻ്റെ സെക്രട്ടറിയെ വിളിച്ചു. ഞാനിനി അടുത്ത ഓരോ യോഗത്തിലും ഞാൻ പങ്കെടുക്കാൻ വരുമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ മാസം തോറും ഒരു സഭയിൽ മാസത്തിൽ 2 ദിവസം ഏതെങ്കിലും സഭയിൽ സാക്ഷി പറയുവാനും എൻ്റെ ജീവിതം അവന് മുമ്പ് പറയുവാനുമായി തമ്പുരാൻ എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഇവിടെയും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുവാനും ഒരു സാക്ഷിയായിട്ട് നിൽക്കുവാനുള്ള അവസരമാണ് ദൈവം എനിക്ക് നൽകിയത്. ഞാൻ പറഞ്ഞല്ലോ, 50 വർഷം ജീവിച്ചതിന് ശേഷമാണ് എൻ്റെ ജീവിതത്തിൽ അപകടമുണ്ടായതും ഞാൻ ഈ തരത്തിലായതും. 50 വർഷക്കാലം മുമ്പ് ഞാൻ അനുഭവിച്ചതിനേക്കാൾ സന്തോഷം എൻ്റെ ജീവിതത്തിലെ ഈ 5 വർഷക്കാലം ഞാൻ അനുഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. കാരണം എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം പൂർത്തിയായി. മൂത്ത മകൾ MBBS പഠനം പൂർത്തിയാക്കി ഡോക്ടറായി ഈ ദിവസങ്ങളിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുമായി സന്തോഷമായി ജീവിക്കുന്നു. രണ്ടാമത്തെ ആൾ LLB കേരള യൂണിവേഴ്സിറ്റിയിലെ 7ാം റാങ്കോടെ ജയിക്കുവാനുള്ള അവസരം ഉണ്ടായി. ഇപ്പോൾ UPSC പഠിക്കാനുള്ള ശ്രമത്തിലാണ്. മൂന്നാമത്തെ ആൾ അന്ന് 10ാം ക്ലാസ്സുകാരനായിരുന്നു, ഇന്ന് ഡിഗ്രി 3rd ഇയർ പഠിക്കുന്നു, ഫിലോസഫി. ദൈവഹിതമായാൽ അടുത്ത വർഷം BD പഠിച്ച് ഒരു ശുശ്രൂഷകനായി മാറാൻ അവൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ പോലെ നടക്കട്ടെ. നോക്കൂ, ജീവിതത്തിലെ ഒരുപാട് പ്രയാസങ്ങൾ മുമ്പേ വന്നപ്പോഴെല്ലാം ഞാൻ അത് എങ്ങനെ തരണം ചെയ്യണമെന്ന് യഥാർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഈ 5 വർഷക്കാലം കൊണ്ടാണ്. കിടക്കയിലാണെങ്കിൽ പോലും എന്നെ ശുശ്രൂഷിക്കാനും സംരക്ഷിക്കുവാനും ദൈവം ഒരുപാട് പേരെ നിയോഗിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു 3 സുഹൃത്തുക്കൾ ഇരിപ്പുണ്ട്, യുവാക്കളാണ്. ഇത് സഭയിലെ അംഗങ്ങളാണ്. ഒരാൾ ഡീക്കനാണ് പള്ളിയിൽ, മറ്റുള്ളവർ അവിടുത്തെ യുവജന സംഘടന പ്രവർത്തകർ. ഇതുപോലെ നിരവധി പിള്ളേർ എപ്പോഴും എന്നോടൊപ്പം വന്ന് ഈ ദിവസങ്ങളിലെല്ലാം എനിക്ക് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും കരുണയും ഈ ദിവസങ്ങളിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ കൃപകൾ ലഭിക്കുവാൻ സുബോധം വീണ്ടെടുത്ത് അനുതാപത്തോടെ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി കടന്നു വന്നാൽ രൂപാന്തരം പ്രാപിച്ച് മിടുക്കരായി നല്ല ജീവിതങ്ങൾ നയിക്കുവാൻ നമുക്ക് കഴിയും. ഈ സഭാദിന ദിവസങ്ങൾ നിങ്ങൾക്ക് അതിനുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട ദിവസങ്ങളായി മാറണം. വെറുതെ ആഘോഷങ്ങളിൽ മാത്രം ഒതുക്കാതെ ചിന്തിച്ച് ജീവിതങ്ങളെ നവീകരിക്കുന്ന നല്ല ദിവസങ്ങളായി നിങ്ങൾക്ക് മാറ്റുവാൻ കഴിയണം. കഴിഞ്ഞ 1 വർഷക്കാലം ജീവിതത്തിൽ എന്തൊക്കെ തെറ്റുകൾ ചെയ്തു എന്ന് ചിന്തിക്കണം. ഈ ദിവസം അതിനുള്ള ഒരു ദിവസമായി നിങ്ങൾ മാറ്റണം. അല്ലെങ്കിൽ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ വീൽ ചെയറിൽ വന്നിരുന്ന് നിങ്ങളോട് ഇത്രയൊക്കെ കാര്യം പറഞ്ഞിട്ട് ഒരു ഉപയോഗമില്ലാതെ മാറിപ്പോകും. ആരെങ്കിലും ഒരാളെങ്കിലും എൻ്റെ ഈ വാക്കുകൾ കേട്ട് തമ്പുരാനെ ഞാൻ തെറ്റ് ചെയ്തു പോയി, എന്നോട് ക്ഷമിക്കണമേ എന്ന് അനുതപിച്ച് പ്രാർത്ഥിച്ച് രൂപാന്തരം നേടുന്നവരായി തീരണം. സമ്പത്തോ ആരോഗ്യമോ പദവിയോ പ്രസക്തിയോ ഒന്നും ഒരു കാര്യവുമില്ല. ഇതൊക്കെ എനിക്കുണ്ടായിരുന്ന ആളാണ്, ഇതെല്ലാം ഞാൻ അനുഭവിച്ച ആളാണ്. ഇതിലൊന്നും ഒരു കാര്യവുമില്ല. തമ്പുരാൻ്റെ അനുഗ്രഹം മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ ആവശ്യം. അത് നേടുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. 32ാമത് സഭാദിനം ആഘോഷിക്കുന്ന നിങ്ങൾക്ക് എല്ലാ അനുഗ്രഹങ്ങളും ഭാവുകങ്ങളും ഞാൻ അർപ്പിക്കുന്നു. എന്നെ ഈ എളിയ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ട ജയനും സഭാ കമ്മിറ്റി അംഗങ്ങളോടും പ്രിയ അധ്യക്ഷനോടുമുള്ള എൻ്റെ എല്ലാ കടപ്പാടുകളും നന്ദിയും അർപ്പിക്കുന്നു. സഭാദിന ആഘോഷങ്ങൾ ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. അതിന് സർവേശ്വരൻ സഹായിക്കട്ടെ. ഈ ദിവസങ്ങൾ ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുക്കുന്ന നല്ല ദിവസങ്ങളായി മാറ്റട്ടെ. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾ, പഠിക്കുന്ന മക്കൾ, എനിക്ക് അവരോടാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളത്. നിങ്ങളുടെയൊക്കെ ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ, ഭാവി നശിച്ചു പോകാതെ ദൈവസന്നിധിയിൽ നേരോടെ ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി ഒരു തെറ്റിലും അകപ്പെട്ടു പോകാതെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ സർവശക്തൻ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട്, യാചിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം നമ്മളേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഇപ്പോൾ ഗായക സംഘം ഒരു